പിന്നെ ചെയ്യാൻ പോകുന്നത് SSC GD 2022 13/1/2023 ഷിഫ്റ്റ് 4 ആണ് ലാസ്റ്റ് ഷിഫ്റ്റ്. മാത്സിലെ എല്ലാ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 286, 1001 ആൻഡ് 2420 ഈസ് എക്സ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x/2 എന്ന് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ ചെയ്യുകയാണ് എളുപ്പം. 6 എന്നുള്ളതിൻ്റെ ഇരട്ടി എടുക്കുക, 12 എടുക്കുക. 12 ഇതിനകത്ത് ഏതെങ്കിലും നമ്പർ ഡിവൈഡ് ചെയ്യുമോ നോക്കുക. 12ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണ്ടേ? 12 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ആവും. 256 3 കൊണ്ട് ഡിവൈഡബിൾ ആവും. നോക്കി 6 2 8, 6 2 8, 8 8 16. ഇതിൻ്റെ സമ്മ് വരുന്നത് 16. ഇത് ഡിവിസിബിൾ അല്ല. അതുപോലെ ഇത് ഡിവിസിബിൾ അല്ല. 1001 എന്നുള്ള 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതുപോലെ 2420 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. കാരണം 2 2 4 4 4 8 വരുന്നത്, അത് ഡിവിസിബിൾ അല്ല. അപ്പോൾ എന്താ? 12 ഡിവിസിബിൾ അല്ല. 4യുടെ ഇരട്ടി എടുക്കുമ്പോൾ 9 ഡിവിസിബിൾ ആണോ നോക്കാം. 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നേരത്തെ 3ൻ്റെ സമ്മ് വന്ന പോലെ എന്താണ് 9ൻ്റെ സമ്മ് വരും. ഇവിടെ 6 2 8, 8 8 16 വരുന്നത്. ഇത് 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതുപോലെ 1001 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ ഡിജിറ്റായ 4 2 6, 6 2 8 എന്ന് പറയുന്നത് ഇതും 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പം 9 കൊണ്ട് ഈ 3 നമ്പർ ഡിവിസിബിൾ അല്ല. ഇനി 5ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 10 വരും. 10 നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതുകൊണ്ട് ഇതിൽ ഡിവിസിബിൾ ആവത്തില്ല, ഇതിലും ഡിവിസിബിൾ ആവത്തില്ല. ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ എന്താ വരുന്നത്? 5.5 കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ 5.5ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ എത്രയാണ്? 11 വരും. 11 ഇവിടെ ഡിവിസിബിൾ ആണോ നോക്കി. ഈ 11ൻ്റെ ഡിവിസിബിലിറ്റി നോക്കുന്നത് എങ്ങനെയാണ്? 11ൻ്റെ ഡിവിസിബിലിറ്റി നോക്കുന്നത് ഓൾട്ടർനേറ്റുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മ് ഒന്നുമില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 11 വരണം. അതായത് 6 2 8, 8 മൈനസ് നടുക്കത്തെ 8 ചെയ്യുമ്പോൾ എത്രയായിരുന്നു? 0 വരും. അതുപോലെ 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ഇവിടെ 1 + 0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 - 1 0 വരും. ഇനി ഇവിടെ 2 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 വരും. 4 + 2 + 2 എന്ന് പറയുന്നത് 4 വരും. 4 + 0 എന്ന് പറയുന്നത് 4 വരും. അപ്പം 4 - 4 ഇവിടെ 0 വരും. അപ്പം ഇത് 3 എന്താണ്? 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ആൻസർ വരുന്നത് 11 ആണ്. ആൻസർ വരുന്നത് 11 അല്ല, 11/2 ചെയ്യുമ്പോൾ 5.5 ആണ് ആൻസർ വരുന്നത്. കറക്റ്റ് ആൻസർ 4th ഓപ്ഷൻ. ഇനിയിപ്പോൾ ഓപ്ഷനിൽ കൂടെ അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? HCF ഓഫ് 286, 1001, 2420 കണ്ടുപിടിച്ചാൽ മതി. അപ്പം എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് അപ്പം ചെയ്യാമെന്ന് വെച്ചാൽ LCM ഓഫ് 18, 56, 42 എടുത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് തന്നേക്കുന്ന 20 അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ 18നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് 6 × 3 എന്ന് എഴുതാൻ പറ്റും 18. ഇനി 56 ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് 6 × 9 എഴുതാൻ പറ്റും. 42 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 6 × 7 എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ഒരു 3ൻ്റെ കുറവാണ്. ആ 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ 2ൻ്റെ LCM ഒരബദ്ധം പറ്റിപ്പോയി. 6 9 അല്ല 56. നമുക്ക് 7 8 56 എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ 8നെ നമുക്ക് ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കാണുന്നിടത്ത് എന്താണ്? 2 × 2 × 2 എന്ന് വരും. അഥവാ 7 × 2³ എന്ന് എഴുതാം. ഇവിടെ എന്താ? നമുക്ക് ഈ 3 വെട്ടി കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ 3 × 2 എന്ന് എഴുതാം 6നെ. 3 × 2 എന്ന് എഴുതാം 6നെ. ഇവിടെ എന്താ? അങ്ങനെ തന്നെ എഴുതാം. 3 × 2 എന്ന് എഴുതാം. ഇനി ഇവിടെ എന്താ? ഇത് 2⁻1 × 2⁻1 × 3⁻2 വരും. ഇവിടെ എങ്ങനെ വരുന്നത്? ഇവിടെ
3/1 ഇൻറ്റു 2/1 ഇൻറ്റു 7/1 വരും. ഇവിടെ ഉള്ള ഏറ്റവും വലിയ പവറെല്ലാം എടുത്ത് എഴുതിക്കൂടാ. ഇവിടെ 3 സ്ക്വയർ വരും, ഇവിടെ 2 ക്യൂബ് വരും. 7 ഏതാണ്? 7 ഏറ്റവും വലിയ പവർ 1 തന്നെയാണ്. അപ്പം 3/2 ഇൻറ്റു 2/3 ഇൻറ്റു 7/1 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 8 അല്ല 9 ഇൻറ്റു 8 ഇൻറ്റു 7 വരും. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 504 വരും. ഇവിടെ ഈ 504 മൈനസ് ആണ് 20 ചെയ്യേണ്ടത് കേട്ടോ. നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. അത് വെൻ ഇൻക്രീസ്ഡ് ബൈ 20 എന്നാണ് പറഞ്ഞേക്കുന്നത്. വെൻ ഇൻക്രീസ്ഡ് ബൈ 20 ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 18, 56 ആൻഡ് 42 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ആ നമ്പർ കിട്ടാൻ 504 20 കുറയ്ക്കുക വേണ്ടേ. അപ്പോൾ എത്രയാണ്? 484 വരും. ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ? അതായത് ഒരു ട്രക്കിൻ്റെ വാല്യൂ 17% കുറയും. 17% കുറഞ്ഞതിന് ശേഷം എത്രയാണ്? 33,000 അല്ല 10, 100, 100, 1000, 10,000, 1,00,000, 10,00,000, 33,32,948 രൂപ. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പം എത്രയോ ഇതിൻ്റെ 83% നമുക്ക് തന്നേക്കുന്നത്. എത്രയാണ്? 33, 32, 948 എന്ന് പറഞ്ഞു. ഈ 83 ഇതും കൂടെ ഞാൻ ഡിവൈഡ് ചെയ്യുക. അപ്പം 333 എടുത്തു. അപ്പം 333 83 എത്ര ഇവിടെ പോകും? 4 8 3 24 വരും. 8 4 32 വരും. അപ്പം 83 ഇൻറ്റു 4 ചെയ്യാൻ എത്ര വരുന്നത്? 4 3 12 1 8 4 32 33 വരും. 332 വരും. 1 റിമൈൻഡർ വരും. 12 എന്താണ്? 12 83 പോകത്തില്ല. ഒരു 0 ഇട്ട് കൊടുത്തോളാം. എന്നിട്ട് 129 എടുത്തോളൂ. 129 എത്ര പോവും? ഒരു തവണ പോവുള്ളൂ. ഇവിടെ ഇത്രയത്തിൻ്റെ റിമൈൻഡർ എത്ര വരും? 46 എന്ന് വരും. 46. ഇത് 464 എത്താൻ എന്താ? 83 5 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 83 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ്? 415 വരുന്നത്. അപ്പം 464 മൈനസ് 415 ചെയ്ത് എത്രയാണ്? 464 മൈനസ് 415 ചെയ്യുമ്പം പിന്നെ റിമൈൻഡർ 49 വരും. അപ്പം 464 49 വരും. ഇനി 83 ഇൻറ്റു 6 ചെയ്യുമ്പോഴാണ് എന്ത്? 498 വരുന്നത്. അപ്പം ഫുള്ള് വെട്ടിപ്പോവും. അപ്പം 1% വാല്യൂ എന്ന് പറയുന്നത് 40 156. അങ്ങനെയാണെങ്കിൽ 100% വാല്യൂ എത്രയാണ്? 2 0 കൂടി ഇട്ട് കൊടുത്തോളാം. 40 156 00. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയപ്പോൾ തന്നെ അറിയായിരുന്നു 40 വെച്ചാണ് തുടങ്ങുന്നത്. പിന്നെ ഫുള്ള് ചെയ്തതേ ഉള്ളൂ. കാരണം 40 വെച്ച് തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ഓപ്ഷൻ 3 ആണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഇൻക്രീസ് ഇൻ ദ പെർസെൻറ്റേജ് ഓഫ് കൺസപ്ഷൻ എന്ന് പറയുന്നത് 25% കൂടി. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? അതുപോലെ ഓവറോൾ ബഡ്ജറ്റിൽ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ദെൻ ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫോൾസ് ബൈ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് ചെയ്യാൻ അറിഞ്ഞിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ എന്താണ്? പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ചെയ്യുമ്പോഴാണ് എന്ത്? എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഈ എക്സ്പെൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. കൺസപ്ഷൻ എന്താണ്? 25% കൂടി. അങ്ങനെയാണെങ്കിൽ പ്രൈസിൽ വരുന്ന ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടെ ഇനിഷ്യൽ ഫൈനൽ ഇങ്ങനെയുള്ള, ഇവിടെ ഇനിഷ്യൽ, ഇത് ഫൈനൽ. ഇവിടെ പ്രൈസിൻ്റെ റേഷ്യോ, ഇത് കൺസപ്ഷൻ്റെ റേഷ്യോ, ഇത് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ. നമ്മളോട് പറഞ്ഞേക്കുന്നത് കൺസപ്ഷൻ 25% ഇഫ് ദ ഇൻക്രീസ് ഇൻ ദ പെർസെൻറ്റേജ് ഓഫ് കൺസപ്ഷൻ പറഞ്ഞു 25% കൂടി എന്ന് പറഞ്ഞത്. അതായത് 25% 1/4 നേടാം. 4 എന്നുള്ളത് 5 ആയി. ഈ 4 എന്നുള്ളത് ഈ 1 കൂട്ടി 5 ആയി. അപ്പം ഇനിഷ്യലി കൺസപ്ഷൻ 4 ഉണ്ടായിരുന്നു, അത് ഫൈനലി 5 ആയി. ഇതിൻ്റെ രണ്ടിൻ്റെ LCM അല്ല, LCM 20 വരും. അത് എന്താണ്? എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുത്തോളാം. അപ്പം ഇത് 20, ഇത് 20. അങ്ങനെയാണെങ്കിൽ കൺസപ്ഷൻ 25% കൂടുമ്പം ഈ 20 അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ എന്ത് വരണം? ഇതിൻ്റെ ഓപ്പോസിറ്റ് വരും. 5:4 വരും.
5:4 നോക്കിയിട്ട് പറഞ്ഞേ പ്രൈസ് എന്തോരം കുറഞ്ഞത്. ഇനീഷ്യൽ 5 ഉണ്ടായിരുന്നു, 1 കുറഞ്ഞ് 4 ആയി. അപ്പം എത്രയാണ്? 1/5 കുറഞ്ഞു. എങ്ങനെ പറയുന്നത്? 5-ൽ 1 കുറഞ്ഞു 4 ആയി. അപ്പം 1/5 കുറഞ്ഞു. 1/5ൻ്റെ ഈക്വലൻ്റ് പെർസെൻറ്റേജ് ടേബിൾ എത്രയായിരുന്നു? 20%. ഇതാണ് ആൻസർ വരുന്നത്. അപ്പം എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്ന വിത്ത് റേഡിയസ് R1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് അനദർ ഹെമിസ്ഫിയർ വിത്ത് റേഡിയസ് R2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ R2ൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് R1 എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്നത് എത്രയാണ്? 4πr² ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ ആണ്. അപ്പം ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞ് 2πr, ഇത് R2 ആട്ടോ, R2² പ്ലസ് പിന്നെന്താണ് ഒരു πr² കൂടെ വരും. അതെന്തുകൊണ്ടാണ്? അതായത് ഹെമിസ്ഫിയർ വരയ്ക്കുമ്പോൾ നമ്മൾ ഇത്രയും ഭാഗം കൂടെ കൂട്ടണം. എന്താണ്? ഇത് ഒരു സർക്കിളാണ്. ആ സർക്കിളിൻ്റെ ഏരിയയാണ് πr² വന്നിരിക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ 2πr² പ്ലസ് πr² വരും. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? R2² തന്നെയാണ്. ഇവിടെ R1² വരും. അപ്പോൾ ഇതിനകത്ത് എന്താ πr2² പുറത്തെടുക്കാൻ പറ്റും. ഇവിടെ πr2² പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 + 1 വരും. ഇതെന്താ? 4πr1² എന്ന് പറയുന്നത് πr2² × 2 + 1 വരും. ഇവിടെ പൈയും കട്ട് ചെയ്ത് പോയി. ഈ R2² ഇവിടെ നിർത്തിയിട്ട് 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 4r1²/3 എന്ന് വരും. ഇതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു R2² ആണ്. അപ്പോൾ റൂട്ട് എടുക്കണം. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2r1²/√3 വരും. എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 3 വർഷം മുമ്പത്തെ പോപ്പുലേഷൻ 2,50,000 ആണ്. അതിനകത്ത് ഓരോ വർഷം 3%, 4%, 6% വെച്ച് പോപ്പുലേഷൻ ഗ്രോ ആയി. അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് പോപ്പുലേഷൻ എത്രയാണ് വെച്ചേക്കുന്നത്? ഗ്രോ ആയിരിക്കുന്നത് 3, 4, 6 ആണ്. നമ്മളാദ്യം 3ഉം 4ഉം കൂടെ സക്സസീവ് എടുക്കുമ്പോൾ എത്രയാണ്? 3 + 4 + 3 × 4/100 വരും. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 12 അല്ല 4 3 7 + 12/100 വരും. സം ചെയ്യുമ്പോൾ 7.12 വരും. 7.12. ഇതും കൂടി എടുക്കണം. എങ്ങനെയാണ് ഉണ്ടാവുക? 6 + 7.12 + 6 × 7.12/100 വരും. ഇവിടെ 6 + 7.2 ചെയ്യുമ്പോൾ എത്ര വരും? 13.2 വരും. പിന്നെ 6 × 712 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 6 × 712 ചെയ്യുമ്പോൾ 42.72 വരും. 2 പോയിന്റ് മാറ്റി കുത്തിയിട്ടുള്ള ബാക്കി /100 ആണ്. അപ്പം 0.4272 വരും. 0.4272 വരും. ഇത് ചെയ്യുമ്പോൾ ഇൻഎഫക്റ്റ് എത്ര കിട്ടുന്നത്? 13.2 × 0.42 എടുത്താൽ മതി. അപ്പോൾ ചെയ്യുമ്പോൾ 13.62 വരും. അതായത് 2,50,000ൻ്റെ ഇൻറ്റു 13.62 113.62 /100 വരും. 113 എന്താ? കാരണം 100% ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ 13% ഗ്രോ ചെയ്തു. അപ്പം 113.62 ആയി. ഒരു 0 വെട്ടിക്കളഞ്ഞ് 25 × 113.62 ചെയ്താൽ മതി. ആൻസർ കിട്ടും. ഇത് ചെയ്യുമ്പോൾ 2,84,000 ആണ് കിട്ടുന്നത്. ക്ലോസസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഏതായിരുന്നു? രണ്ടാമത്തെ ഓപ്ഷൻ 1,83,868 എന്നാണ് ആൻസർ വരുന്നത്. ഇതിങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത്
നമ്മളിപ്പം സക്സസീവ് എടുത്താണ് ചെയ്തത്. അതല്ലാതെ എടുക്കുകയാണെങ്കിൽ ഇപ്പം 2,80,000 ആദ്യത്തെ വർഷം എന്താ 103% വരവായി, രണ്ടാമത്തെ വർഷം 104% വരവായി. അല്ലെങ്കിൽ 4% നമുക്കെങ്ങനെയാണ് 4/100 എന്ന് എഴുതാം. അതായത് 1/25, 25 എന്നുള്ളത് 26ആയി, 26/25. ഇനി അവസാനത്തെ വർഷം ഉണ്ട്. അവസാനത്തെ വർഷം 6% വരവായി. അപ്പോൾ 6/100 നോക്കുമ്പോൾ 3/50 വരും. ഇവിടെ 50 എന്നുള്ളത് എന്താണ് 53ആയി. ഇവിടെ സീറോസ് എല്ലാം ക്യാൻസലായി പോയി. 25 വെട്ടിപ്പോയി. ഇനി ബാക്കി എന്താ ഉള്ളത്? 103 × 26 × 53/5 വരും. അത് മാത്രമല്ല ഒരു × 10 ഉണ്ട്. ഇവിടെ ഒരു 0 ക്യാൻസൽ ആവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 5 1 5 5 2 10 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 2,83,868 കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് 35 മീറ്റർ/സെക്കൻഡിനെ കൺവേർട്ട് ചെയ്ത് km/h ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താ × 18/5 ചെയ്ത് കൊടുത്തുള്ളത്. 5 7 വരും, 18 126 ആൻസർ കിട്ടും. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എത്ര ക്യൂബ് ഉണ്ടാക്കാൻ പറ്റും? 4 സെൻറ്റിമീറ്റർ സൈഡുള്ള എത്ര ക്യൂബ് ഉണ്ടാക്കാൻ പറ്റും ബൈ മെൽറ്റിംഗ് വലിയൊരു ക്യൂബ് വിത്ത് സൈഡ്സ് 12 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ. അപ്പം രണ്ട് സൈഡിൽ എന്തായിരിക്കും? വോളിയം ഈക്വൽ ആയിരിക്കും. അതായത് വലിയ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് ചെറിയ എത്ര ക്യൂബുണ്ടോ അത്രയും ക്യൂബിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. വലിയ ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്ര? 12 × 8 × 8 ചെയ്ത് വലിയ ക്യൂബിൻ്റെ വോളിയം കിട്ടും. അത് = n × ചെറിയ ക്യൂബിൻ്റെ വോളിയം എത്ര? 4 ആണ്. അതിൻ്റെ ക്യൂബ് എടുത്തോളാം. അതായത് ഒരു സൈഡ് 4 വന്നിട്ടുണ്ട്. അങ്ങനെ 3 സൈഡും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് വോളിയം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 4 ക്യൂബ് എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് 4 × 4 × 4 എന്ന് എഴുതിയാൽ മതി. ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ എത്രയാണ്? 1 2 1 2 4 ഈ 12 കൂടെ കിട്ടുമ്പോൾ എത്രയാണ്? 4 സ്ഥലത്ത് 1 വരും. ഇവിടെ 4 3 ആണ് 12 വരുന്നത്. അപ്പം ഇത്ര ചെയ്താൽ മതി. എന്നിൻ്റെ വാല്യൂ കിട്ടാൻ എന്താ? 3 × 2 × 2 ചെയ്താൽ മതി. എത്ര കിട്ടുന്നത്? 12 കിട്ടും. n = 12 ചെറിയ ക്യൂബും ഉണ്ടാക്കാൻ പറ്റും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? തേർഡ് പ്രൊപ്പോർഷൻ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. 2 നമ്പർ A B തന്നിട്ടുണ്ടെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ കാണാൻ എന്താ? B²/A ചെയ്താൽ മതി. എന്താ? അപ്പം 12 × 12/8. അപ്പം 6/4 വരും. 4 3s are 12 വരും. 6 × 3 ചെയ്താൽ മതി. 18 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ഒരു ഷോപ്പ് കീപ്പർ 2,500 രൂപയ്ക്ക് ഒരു ടേബിൾ മാർക്ക് ചെയ്തു. അതിനുശേഷം 20% ആദ്യം ഡിസ്കൗണ്ട് കൊടുത്തു. അതിനുശേഷം 10% അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ സാധനത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 2,500 രൂപ മാർക്ക് ചെയ്ത് അത് 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. 10% നമുക്ക് 1/10 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഈ 10 എന്ന് സൂചിപ്പിക്കുന്നത് എന്താ? മാർക്ക് പ്രൈസാണ്. 10 രൂപ മാർക്ക് ചെയ്ത സാധനം ഈ 1 രൂപ കുറച്ച് 9 രൂപയ്ക്ക് വിറ്റെന്ന് നടത്താം. അപ്പം 9/10 ഇട്ടോളാം. ഇനി എന്താ? 20% ഡിസ്കൗണ്ട് കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. 20% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 1/5 ആണ്. അപ്പം 5 എന്ന് സൂചിപ്പിക്കുന്ന മാർക്കറ്റ് പ്രൈസാണ്. അപ്പം അതിൽ ഈ 1 കുറച്ച് സെല് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം 4/5 കൊടുത്തോളാം. അപ്പം ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. ഇത് വെട്ടുമ്പോൾ എത്ര? 5 5 25
5 5 2 10 2 2 4 അപ്പം 18 00 ആൻസർ കിട്ടും 1800. ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഇതെന്താ, അപ്പം മീൻ പ്രപ്പോർഷൻ കാണാൻ ചോദിച്ചേക്കുന്നത്. ഇത് എയും ഇത് ബിയും. മീൻ പ്രപ്പോർഷൻ്റെ ഇക്വേഷൻ എന്താ, √AB ചെയ്താൽ മതി. അപ്പം √4 × 900 വരും. ഈ 2ഉം ഈ 4ഉം 900 റൂട്ടിന് പുറത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 2 × 30 ആവും. ആൻസർ എന്താ, 16 കിട്ടും. ആൻസർ വരുന്നത് എത്ര, ഓപ്ഷൻ എ 60. നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തതാണ് തേർഡ് പ്രപ്പോർഷൻ. അതിൻ്റെ ഇക്വേഷൻ എന്താ, അതിൻ്റെ ഇക്വേഷൻ B² A ആണ്. ഇത് മീൻ പ്രപ്പോർഷൻ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ √AB ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 3 സാധനത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എത്രയാണ്, 36. അതായത് ആപ്പിൾ, ഓറഞ്ച്, മാംഗോ ബൈ 3 എന്ന് പറയുന്നത് 36. അപ്പോൾ ആപ്പിൾ, ഓറഞ്ച്, മാംഗോ എന്നുള്ളതിൻ്റെ സം എത്ര വരും, 36 × 3 ചെയ്യുമ്പം 108 വരും. ഇനി അടുത്ത ആപ്പിളിൻ്റെ ഓറഞ്ചിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എത്രയാണ്, 28ആണ്. അപ്പോൾ ആപ്പിളിൻ്റെ ഓറഞ്ചിൻ്റെ സം എത്രയാണ് വരുന്നത്, 28 × 2 ചെയ്യുമ്പം 56 വരും. ഓറഞ്ചിൻ്റെ മാംഗോയുടെയാണ് ആവറേജിങ് അത് എത്ര തന്നിരിക്കുന്നത്, /2 ചെയ്യുമ്പം 32 വരും. ഇവിടെ ഓറഞ്ച് പ്ലസ് മാംഗോയുടെ സം എത്ര വരുന്നത്, അപ്പം 64 വരും. കാരണം 32 × 2 ചെയ്യണം, അപ്പം 64 വരും. ഇവിടെ എന്താ, ഇവിടെ 3 ഇക്വേഷൻ കിട്ടി. ഇതിനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, കോസ്റ്റ് ഓഫ് ആൻ ഓറഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇവിടെ ആപ്പിൾ, ഓറഞ്ച് പ്ലസ് മാംഗോ എന്ന് പറയുന്നത് 108. ഇവിടെ എനിക്ക് ആപ്പിളിൻ്റെ ഓറഞ്ചിൻ്റെ തന്നെ പൈസ അറിയാം, അത് എത്രയാണ്, 56. അപ്പം അത് ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ഇത്രയും ഭാഗത്ത് 56 ഇട്ട് കൊടുക്കുക. അത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 56 പ്ലസ് മാംഗോ എന്ന് പറയുന്നത് = 108 എന്ന് കിട്ടും. ഇവിടെ മാംഗോയുടെ എന്ന് പറയുന്നത് 52 വരും. ഈ കിട്ടിയ 52 ഞാനാണെങ്കിൽ ഇവിടെ കൊണ്ടിടുക. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഓറഞ്ച് പ്ലസ് മാംഗോ എന്ന് പറയുന്നത് 64 അറിയാം. അപ്പം ഓറഞ്ച് = 64 മൈനസ് മാംഗോയുടെ 52. ആൻസർ 12 എന്ന് കിട്ടും. ഒരു ഓറഞ്ചിൻ്റെ വില എന്ന് പറയുന്നത് 12. അപ്പം ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ 4th ഓപ്ഷനാണ് കറക്റ്റ് വരുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആവറേജ് വെയിറ്റ് ഓഫ് ഒരു ട്രക്കും 4 കാറും എന്ന് പറയുന്നത് 48 കിലോയാണ്. അതുപോലെ ഈ ട്രക്കിൻ്റെ വെയിറ്റ് എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് 1 കിലോ കുറയും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ട്രക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 4 കാറും ഒരു ട്രക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം മൊത്തം എത്ര ഉണ്ട്, 5 ഐറ്റം ഉണ്ട്. അപ്പോൾ ഈ 5 പേരുടെ ആവറേജ് 52 പറയുന്നതിൽ 52 48 പറയുന്നതിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം 48 എടുത്തോളുക. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം ഒഴിവാക്കിയാണ് പറഞ്ഞത്, ട്രക്കിൻ്റെ വെയിറ്റ് ഒഴിവാക്കി. അപ്പം മൊത്തത്തിൽ ആവറേജ് 1 വെച്ച് കുറയുന്ന പറഞ്ഞിരിക്കുന്നത്. മൊത്തം ആവറേജ് 1 കുറയും. ഈ 1 കുറയുന്ന എന്താ, ഇവരെല്ലാവരും കൂടെ ഈക്വലായിട്ട് ഡിവൈഡ് എടുക്കുകയായിരുന്നു. അപ്പം 1 കുറയുന്ന എല്ലായിടത്തും 1 കുറയും. ഇവിടുന്ന് 1 കുറയും, ഇവിടുന്ന് 1 കുറയും, ഇവിടുന്ന് 1 കുറയും, ഇവിടുന്ന് 1 കുറയും. അതായത് സം ചെയ്യുമ്പം മൊത്തം 4 കുറയും. അത് 4 പേരും കൂടെ ഡിവൈഡ് എടുക്കുമ്പോഴാണ് 4/4 എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഇൻ എഫക്റ്റ് ആവറേജ് 1 കുറയുന്നു. അപ്പം സമ്മിൽ എന്താണ്, 4 കുറയും. ഇവിടെ പോയ ആളുടെ ആവറേജ് കിട്ടാൻ എന്താ, അയാളുടെ ആവറേജ് പ്ലസ് എന്താണോ കുറഞ്ഞത് അത് ആ സം എടുത്ത് എഴുതുക. അതായത് മൊത്തം സമ്മായിട്ട് 4 കുറഞ്ഞു. 48 + 4 = എത്ര, 52 എന്ന് വരും. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ 2. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്,
യാഷ് ഒരു ജോലി ചെയ്യാൻ 49 ദിവസം എടുക്കും. അതേ ജോലി തന്നെ നമൻ ചെയ്യാൻ എത്രയാണ് 35 ദിവസവും സൗരവ് ചെയ്യാൻ 7 ദിവസം എടുക്കും. ഇനി അവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ വർക്ക് ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ്. സച്ച് ദാറ്റ് യാഷ് വർക്ക് ഓൺ ദ ഫസ്റ്റ് ഡേ, നമൻ വർക്ക്സ് ഓൺ ദ സെക്കൻഡ് ഡേ, സൗരവ് വർക്ക്സ് ഓൺ ദ തേർഡ് ഡേ. അങ്ങനെയാണെങ്കിൽ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എഗെയിൻ യാഷ് ഓൺ ദ ഫോർത്ത് ഡേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു പാറ്റേണിൽ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും ചോദിച്ചു. അപ്പം യാഷ് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 49 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി നമൻ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ്? ഇവിടെ 35 ദിവസം എടുക്കും. അതേസമയം സൗരവ് കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ്? 7 ദിവസം എടുക്കും. അപ്പോൾ ഇതിൻ്റെ LCM എടുക്കാൻ നേരത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഈ 49-നെ ഞാൻ 7 × 7 എന്ന് എഴുതുക. അതുപോലെ ഇവിടെ 7 × 5 എന്ന് എഴുതുക. ഇവിടെ 7 × 7-നെ 7 × 5-നെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ഒരു 5-ൻ്റെ കുറേ ഉള്ളൂ. ആ 5 ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ബാക്കി എല്ലായിടത്തും എല്ലാം ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ LCM. 49 × 5 എന്നാണ് LCM. അപ്പം LCM എന്ന് പറയുന്നത് എത്ര? 49 × 5 വരും. 49 × 5 വരും. ഇവിടെ യാഷിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 49 × 5/49 ചെയ്യുമ്പം 5 വരും. ഇനി നമ്മൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 49 × 5/7 × 5 ചെയ്യുമ്പം 5 5 കട്ട് ചെയ്ത് പോയി 7 49. അപ്പം എഫിഷ്യൻസി 7 വരും. അതേസമയം സൗരവിൻ്റെ എത്രയാണ്? 7 49 കട്ട് ചെയ്തിട്ട് 7 5 35 വരും. ഇനി ഇവിടെ ഒരു സെറ്റിൽ എത്ര പണി തീരും? അതായത് 3 ദിവസമാണ് ഒരു സെറ്റ്. ആദ്യത്തെ ദിവസം യാഷ് തന്നെ വരും. 5 ദിവസം 5 എഫിഷ്യൻസി പണി തീർക്കും. അതുപോലെ രണ്ടാമത്തെ ദിവസം നമൻ തന്നെ വരും, 7 ജോലി തീർക്കും. അതുപോലെ മൂന്നാമത്തെ ദിവസം സൗരവ് തന്നെ വരും, 35 ജോലി തീർക്കും. അപ്പോൾ ഇതൊരു സെറ്റ്. ഈ സെറ്റാണ് റിപ്പീറ്റായി പോകുന്നത്. ഇപ്പം 3 ഡേയ്സിലെ പണിയാണ്. അടുത്ത 3 ഡേയ്സ് എത്രയാണ്? 47 ജോലി തീരും. അടുത്ത 3 ദിവസം 47 ജോലി തീരും. അപ്പോൾ ഒരു സെറ്റിൽ എത്രയാണ്? 47 ജോലി തീരും. മൊത്തം എത്രയാണ്? 245. അതായത് 49 × 5 ചെയ്യുമ്പോൾ എത്ര? 245 വരും. ടോട്ടൽ വർക്ക് 245/47 ചെയ്യുമ്പോൾ 47 × 5 ചെയ്യുമ്പോൾ എത്ര? 235 വരും. അപ്പം 5 സെറ്റും ബാക്കി എത്രയാണ്? 10/47 ജോലി ബാക്കിയുണ്ട്. ഈ 5 സെറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 × 3 15 ദിവസത്തെ ജോലി ചെയ്ത് തീർക്കും. അല്ലെങ്കിൽ വേണം നമുക്കിങ്ങനെ ചെയ്യണം. അതായത് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. അതായത് 47 × 5 ചെയ്യുമ്പം 235 വരും. അതായത് ഇത് 15-ാമത്തെ ദിവസത്തിൻ്റെ അവസാനം. ഇനി 16-ാമത്തെ ദിവസം ആരാ വരുന്നത്? യാഷ വരുന്നത്. കാരണം അത് ആദ്യമേ ആ സെറ്റ് പിന്നെയും തുടങ്ങുക. യാഷ നമൻ സൗരവ് എന്ന് പറഞ്ഞാൽ 16-ാമത്തെ ദിവസം യാഷ് വരും. എത്ര ദിവസത്തെ ജോലി കംപ്ലീറ്റ് ചെയ്യും? 5 ദിവസത്തെ ജോലി കംപ്ലീറ്റ് ചെയ്യും. 17-ാമത്തെ ദിവസം പിന്നെ ആരാ വരുന്നത്? നമനാണ് വരുന്നത്. അയാൾക്ക് 7 ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു ദിവസം കൊണ്ട്. പക്ഷേ എത്രയുള്ളൂ? 5 ജോലിയേ ബാക്കിയുള്ളൂ. 5 ജോലിയുള്ളതിൽ 5/7 ജോലി അയാൾ കംപ്ലീറ്റ് ചെയ്യും. ഇതോടുകൂടി വർക്ക് തീർന്നു. മൊത്തം എടുത്ത ജോലി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ദിവസവും പിന്നെ ഒരു 5/7 ഡേയ്സും. അപ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആയത് ഇംപ്രോപ്പർ ആക്കുമ്പോൾ എത്രയാണ്? 16 × 7 ചെയ്യുമ്പോൾ 112 വരും. 112 5 117. 117/7 കറക്റ്റ് ആൻസർ വരുന്നത്. 117/7 ഓപ്ഷൻ 3. അതായത് ഇത്രയും ഭാഗം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. അതായത് മൊത്തം ജോലി 245 ഉള്ളത്. അപ്പം ഇവരുടെ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 47. ഈ 47 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 5 ചെയ്യുമ്പോൾ 235 വരും. അപ്പം 5 സെറ്റാണ്. 5 സെറ്റ് എന്ന് പറഞ്ഞാൽ 5 സെറ്റിൽ ഒരു സെറ്റിൽ 3 ദിവസം വരും. അപ്പോൾ 5 സെറ്റിൽ എത്രയാണ്? 15 ദിവസം വരും. 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ജോലിയാണ് 235 എന്നുള്ളത്. 16-ാമത്തെ ദിവസം പുതിയൊരു സെറ്റ് തുടങ്ങുക. ഈ സെറ്റ് അവസാനിച്ചിട്ട് പുതിയൊരു സെറ്റ് തുടങ്ങുക. ആരാ? യാഷാണ് വരുന്നത്. അപ്പോൾ യാഷിൻ്റെ എഫിഷ്യൻസി എത്രയാണ് വരുന്നത്? 5 വരുന്നത്. 5 235 5 കൂട്ടുമ്പോൾ 240 ആവും.
17ാമത്തെ ദിവസം എന്തേ ബാക്കിയുള്ളൂ, 5 ദിവസത്തെ വർക്കേ ബാക്കിയുള്ളൂ. പക്ഷേ ആരാ വരുന്നത്? 7 എഫിഷ്യൻസിയുള്ള നമനാണ് വരുന്നത്. അപ്പം മൊത്തം 15, 16, 17, അതായത് 16 ദിവസവും പിന്നെന്താണ് ഒരു 5/7 വർക്കും കൂടെയാണ് ബാക്കിയുള്ളത് ഡേയ്സ്. അപ്പോൾ ഇത്രയും ഡേയ്സ് എടുക്കും. അപ്പോൾ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ എത്രയാണ്? 16 × 7 ചെയ്യുമ്പോൾ 112 വരും. 112 5 117, 117/7 ആണ് ആൻസർ. അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അരുൺ ഈ ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി തന്നെ ആദിത്യ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 12 ദിവസം കൊണ്ട് ചെയ്യും. ഇവരുടെ LCM എത്ര വരുന്നത്? 24 എന്ന് വരും. ആദിത്യയുടെ എഫിഷ്യൻസി 2ഉം അരുണിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3 വരും. ഇനി പറഞ്ഞേക്കുന്ന ആദിത്യ 2 ദിവസം ഒറ്റയ്ക്ക് ഇന്ന് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അവൾ ലെഫ്റ്റായി. ബാക്കി വർക്ക് അരുൺ എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദിത്യ 2 ദിവസം ഒറ്റയ്ക്ക് ഇന്ന് ജോലി ചെയ്തു. അപ്പം 3 എഫിഷ്യൻസി വെച്ച് 2 ദിവസം ജോലി ചെയ്തു. ആദിത്യ 3 എഫിഷ്യൻസി വെച്ച് 2 ദിവസം ജോലി ചെയ്തു. 6 വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ബാക്കി വർക്ക് എത്രയാണ്? 18 വർക്കേ ബാക്കിയുള്ളൂ. 24 നിന്ന് 6 പോയാൽ ബാക്കി 18 ഉണ്ട് ജോലി. ആ 18 വർക്കും ആര് തന്നെയാണ് ചെയ്യേണ്ടത്? അരുൺ തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ എടുത്തപ്പോൾ ചെറിയൊരു തെറ്റ് പറ്റി. അതായത് ആദ്യത്തെ 2 ദിവസം നിന്ന് ജോലി ചെയ്തു. പക്ഷേ ആദ്യത്തെ എഫിഷ്യൻസി എത്രയാണ്? 2. അപ്പം 2 ദിവസം വെച്ച് എഫിഷ്യൻസി 2 വെച്ച് 2 ദിവസം വർക്ക് ചെയ്തു. അങ്ങനെ എത്രയാണ്? അങ്ങനെ 4 ദിവസത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പം 24 നിന്ന് 4 പോയാൽ ബാക്കി 20 ഉള്ളൂ. 20 / ഇത്രയും വർക്ക് അരുൺ തന്നെ ചെയ്യണം. അരുണിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3. 6 3s are 18 വരും. 6 3s are 18 വരും. ബാക്കി റിമൈൻഡർ എത്ര വരുന്നത്? 2/3 വരും. 6 and 2/3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ഈ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താ? എ എന്ന് പറയുന്ന എയുടെ ഇൻകം ബിയുടെ ഇൻകത്തേക്കാൾ 40% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ വാട്ട് ഡസ് ബീസ് ഏഡ്സ് ലെസ് ദാൻ എ എന്ന് ചോദിച്ചത്. ഒന്നുമില്ല, എയുടെ ഇൻകം 40% ബിയേക്കാളും കൂടുതലാണ്. ബിയുടെ ഇൻകത്തിനെ വെച്ച് നോക്കുമ്പോൾ എയുടെ ഇൻകം എന്തുമാത്രം ചെറുതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 40% ചെറുതാണെന്നാണ് ചോദിച്ചേക്കുന്നത്, കുറവാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 40% നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? 2/5 എന്നാണ്. അതായത് എയുടെ ഇൻകം 5 ആണെങ്കിൽ ബിയുടെ ഇൻകം എത്രയാണ്? പറഞ്ഞത് മാറിപ്പോയി. ഏതാണ്? ബിയുടെ ഇൻകമാണ് 5. കാരണം എന്താ? എസ് ഇൻകം ഈസ് 40% മോർ ദാൻ ബീസ് ഇൻകം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ബിയുടെ ഇൻകത്തിനെയാണ് റെഫറൻസ് ചെയ്തേക്കുന്നത്. അതായത് ബിയുടെ ഇൻകത്തേക്കാൾ കൂടുതൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ബിയുടെ ഇൻകം വേണം ഇവിടെ 5 ആയിട്ട് എടുക്കാൻ. അപ്പം എയുടെ ഇൻകം എത്രയാണ്? 7 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 5ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 7 വരും. ഇനി വേണേൽ ഇവിടെ നോക്കിയോ, ഇവിടെ 2 കൂടുതലാണ്. എത്ര വരും? ബിയുടെ ഇൻകത്തേക്കാൾ 2/5 എടുക്കുമ്പോൾ എത്രയാണ്? 40% കൂടുതലാണ്. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ചോദിച്ചേക്കുന്നത് വാട്ട് പെർസെൻറ്റേജ് ഡസ് ബി ഏൺസ് ലെസ് ദാൻ എ എന്നാണ് ചോദിച്ചേക്കുന്നത്. റെഫറൻസ് ടു എ ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പം എയെ സംബന്ധിച്ച് ബി എത്ര കുറച്ച് അയൺ ചെയ്യുന്നത്? 2 കുറച്ച് അയൺ ചെയ്യുന്നത്. ഇനി ആരെ റെഫർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? എനെയാണ് റെഫർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. എയുടെ എത്ര? 7. 2/7 × 100. അപ്പം പെർസെൻറ്റേജ് ടേബിൾ പഠിച്ചെങ്കിൽ അറിയാൻ പറ്റും. 2/7 വാല്യൂ എത്രയാണ്? 285714 ആണ് കറക്റ്റ് വരുന്നത്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 28.57 വരും. അപ്പം 28 and 4/7 ആണ് കറക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഷോപ്പ് കീപ്പർ സെൽസ് ഈസ് ഓൾഡ് സ്റ്റോക്ക് അറ്റ് 25% ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ എന്താ 30% ലെസ് വെയിറ്റാണ് ഉപയോഗിക്കുന്നത്. ഫാൾസ് വെയിറ്റ് 30% ഉപയോഗിക്കും. അങ്ങനെയാണ് വാട്ട് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണ് ചോദിച്ചത്? പ്രോഫിറ്റാണോ ലോസാണോ? അപ്പോൾ ഇവിടെ 1 കിലോയ്ക്ക് 1 രൂപയാണെങ്കിൽ മൊത്തം എത്രയാണ്? 100 രൂപയുടെ സാധനം കാണും. ഇവിടെ അപ്പോൾ 100 രൂപയുടെ സാധനം 30% ലോസിൽ 70 രൂപയ്ക്ക് വിറ്റത്. സോറി, എനിക്ക് തെറ്റിപ്പോയി.
അതായത് 100 രൂപയുടെ സാധനം അയാൾ വിൽക്കുന്നത് എത്ര, 25% ലോസിലാണ് വിൽക്കുന്നത്. അപ്പം 75 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പിന്നെ ഈ 100 കിലോ എന്ന് പറഞ്ഞാൽ പുള്ളി കൊടുക്കുന്നത് എത്രയാണ്, 30% കുറേ കൊടുക്കുന്നുള്ളൂ. 30% ഫോസ്ഫേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം 100 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് 70 കിലോയെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിനർത്ഥം എന്താ, 75 രൂപയ്ക്കാണ് പുള്ളി വിൽക്കുന്നത്. പക്ഷേ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്ന സാധനം എത്ര ഉള്ളൂ, 70 രൂപ വിലയുള്ള സാധനം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. 75 രൂപയ്ക്കാണ് പുള്ളി വിൽക്കുന്നത്. എത്ര, 5%, 5 രൂപ ലാഭം. എത്രയില്ല, 70 രൂപയിൽ ഇൻറ്റു 100 ചെയ്തോളാം. പോകുമ്പോൾ എത്രയാണ്, 1/14 വരും. 1/14 വാല്യൂ എത്രയാണ്, 7.14% പ്രോഫിറ്റാണ് കറക്റ്റ് ആൻസർ വരുന്നത്. പ്രോഫിറ്റ് 7.14%. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 11,500 രൂപയാണ് പുള്ളി കടം വാങ്ങുന്നത്. 5% വെച്ച് പലിശ വരും, പെർ ആനമാണ്. അത് കോമ്പൗണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം പുള്ളി പലിശ സഹിതം എത്ര തിരിച്ചു കൊടുക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 5% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, 1/20 എഴുതാൻ പറ്റും. അതായത് 20% ഒരു വർഷം കൊണ്ട്, അതായത് ഒരു വർഷത്തിൽ 20% കടമെടുത്ത അവസാനം 21% അടയ്ക്കണം ആണ് ഇതിനർത്ഥം. 20% കടമെടുത്ത ഈ ഒന്ന് പലിശയാണ് വരുന്നത്, ഇത് പ്രിൻസിപ്പളാണ് വരുന്നത്. ഇത് പ്രിൻസിപ്പൾ, ഇത് ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പളിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ചേർത്ത് 21 അടയ്ക്കണം. അങ്ങനെ 2 വർഷം ചെയ്യണം. അപ്പം 11,500 എന്നുള്ളത് ആദ്യത്തെ 21/20 ഇൻറ്റു അടുത്ത 21/20 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. 0 വെട്ടിപ്പോയി. ഇവിടെ 115 ഇൻറ്റു 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441. ഇനി എത്ര വരുന്നത്, 50,715 വരും. അപ്പം ഇത് ആദ്യ പകുതി എടുക്കുക, പിന്നെ ഒരു പകുതി കൂടെ എടുക്കുക. അപ്പോൾ 50,715 പകുതി എടുക്കുമ്പോൾ 25,357.5 വരും. അപ്പോൾ അതിൻ്റെ ഒരു പകുതി കൂടെ എടുക്കുക. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ എത്ര വരുന്നത്, 12,678.75 വരും. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, 4 കിലോമീറ്ററാണ് ഒരു റേസിൻ്റെ ഡിസ്റ്റൻസ്. A, B, C എന്നവർ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് അവർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതായത് A ഫസ്റ്റ്, B സെക്കൻഡ്, C തേർഡ് ഫിനിഷ് ചെയ്തു. പിന്നെ ഇവരെല്ലാവരും എന്താണ്, യൂണിഫോം സ്പീഡിലാണ് ഓടിയത്. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. തന്നേക്കുന്ന കണ്ടീഷൻ എന്താ, ഇഫ് A beats B by 1 കിലോമീറ്റർ, അതുപോലെ B beats C by 1 കിലോമീറ്റർ, ദെൻ ഹൗ മെനി മീറ്റർ ഡസ് A beat C എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ്, സ്പീഡ് എല്ലാവരുടെയും കോൺസ്റ്റൻ്റാണ്. കാരണം ഇവിടെ യൂണിഫോം സ്പീഡാണ് തന്നിട്ടുണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എന്താ, ടൈം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആവും. ഇനി നമുക്ക് തന്നിരിക്കുന്നത് A beat B by 1 കിലോമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ എത്ര, AB. A 4 കിലോമീറ്റർ ഓടുമ്പം B എത്ര ഓടുന്നുള്ളൂ, 3 കിലോമീറ്റർ ഓടുന്നുള്ളൂ. അതുപോലെ എന്താ, B beats C by 1 കിലോമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം B beats C by 1 കിലോമീറ്റർ. അപ്പോൾ ഇതുപോലെ തന്നെ എടുക്കുക. B 4 കിലോമീറ്റർ ഓടുമ്പോൾ C 3 കിലോമീറ്റർ ഓടുന്നുള്ളൂ. ഇവിടെ എന്താ, Bക്ക് 2 വാല്യൂ ഉണ്ട്, അതായത് 4:3. നോക്കി, Bക്ക് 2 വാല്യൂ ഉണ്ട്, അത് സെയിം ആക്കണം. എന്ത് ചെയ്യണ്ടേ, ഞാൻ ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇവിടെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ റേഷ്യോയും പെയറാം. അപ്പം ഇവിടെ ഞാൻ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എനിക്കെന്താ, ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റൂ. അപ്പോൾ മൾട്ടിപ്ലൈ ഇതെല്ലാം കൂടി എടുത്ത് എഴുതുമ്പോൾ ഇവിടെ 16 വരും, ഇവിടെ 12 വരും, ഇവിടെ എന്താണ് 3 3s are 9 വരും. ഇവിടെ ചോദിച്ചേക്കുന്നത് എത്രയാണ്, A beat C എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇതാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ വാല്യൂ യൂണിറ്റ് എത്ര, 7 യൂണിറ്റ് തന്നേക്കുന്നത്. ആ 7 യൂണിറ്റിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഈ 16 യൂണിറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 4 കിലോമീറ്റർ. അപ്പം
16ൻ്റെ വാല്യൂ 4 കിലോമീറ്റർ ആണെന്നറിയാം. അങ്ങനെയാണ് 7ൻ്റെ വാല്യൂ എത്രയാണ്? 7 × 4/16 വരും. അതായത് 7/4 കിലോമീറ്റർ വരും. നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻ തന്നേക്കുന്നതെല്ലാം മീറ്ററാണ്. 7/4 കിലോമീറ്ററിനെ മീറ്ററാക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു 1000. 4ഉം 1000 കൂടെ വെട്ടി പോകുമ്പോൾ എത്ര? 250 വരും. 250 × 7 ചെയ്യുമ്പോൾ എത്രയാണ്? 1750 വരും. 1750 മീറ്റർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ നോക്കുമ്പോൾ ഏതാ? 1750 ഫസ്റ്റ് ഓപ്ഷൻ. ഇവിടെ നിന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യന് കൊടുത്തേക്കുന്നത് എന്താ? ഒരു മാർക്കർ പ്രൈസ്, ജാക്കറ്റിൻ്റെ മാർക്കർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3500 രൂപ കൊടുത്തേക്കുന്നത്. ആദ്യം 5% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ ഒരു 15% ഡിസ്കൗണ്ട് കൊടുത്തു, അതുപോലെ തന്നെ ഒരു 20% ഡിസ്കൗണ്ട് കൂടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഇതിനകത്ത് എത്രയാണെന്ന് ചെയ്യുന്നത്? 3500 മാർക്കർ പ്രൈസ്. ആദ്യം 5% ഡിസ്കൗണ്ട് കൊടുത്തത്. 5% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 1/20 എഴുതാൻ പറ്റും. അതായത് 20 രൂപയുടെ സാധനം 1 കുറച്ച് 19 രൂപയ്ക്ക് കിട്ടും. അപ്പം 19/20 ഇൻറ്റു 15% നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് 15/100 എഴുതാം. അതായത് 3/20. 20 രൂപയുടെ സാധനം 3 കുറച്ച് 17 രൂപയ്ക്ക് കിട്ടും. അതായത് 17/20 ഇൻറ്റു പിന്നെ എന്താണ്? പിന്നെ ഒരു 20% ഡിസ്കൗണ്ട് കൂടെ കൊടുക്കും. 20% എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 1/5 എന്ന് എഴുതാൻ പറ്റും. അതായത് 5 രൂപ മാർക്ക് പ്രൈസ് ഉള്ള സ്ഥലത്ത് 1 രൂപ കുറച്ച് 4/5 വിറ്റത്. ഇത് ചെയ്താൽ എല്ലാ ആൻസർ കിട്ടും. അപ്പം 0 വെട്ടിപ്പോയി, 5ഉം 35 കൂടെ വെട്ടിപ്പോയി. എത്ര? 7 വന്നു. ഇവിടെ 2ഉം 4ഉം കൂടെ വെട്ടിപ്പോയി, 2 വന്നു. ഈ 2ഉം കൂടെ വെട്ടിപ്പോയി. ബാക്കിയെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എത്ര? 7 × 19 × 17 വരും. ഇവിടെ എന്താ? യൂണിറ്റ് ഡിജിറ്റ് എടുക്കുമ്പോൾ 7 × 7 ചെയ്യുമ്പോൾ 49 വരും. 49 × 19 ചെയ്യുമ്പോൾ എത്ര? 9 81 വരും. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്താ? 1 വരുന്നത്. യൂണിറ്റ് ഡിജിറ്റ് 1 വരുന്ന പോലെ ഒറ്റ ഓപ്ഷനുള്ളത് ഏതാ? 2261 എന്ന് പറഞ്ഞ് 2261 ഓപ്ഷൻ സെക്കൻഡ്. അപ്പം 2261 ഇതാണ് കറക്റ്റ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതോടുകൂടി ഈ ദിവസത്തെ ലാസ്റ്റ് ഷിഫ്റ്റായി ഫുള്ള് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.